യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലത്തെ 4ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്ക് ധ്യാനിക്കാനായി ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം എന്നത് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാണ്. യോഹന്നാൻ സുവിശേഷത്തിലെ ഈ ഭാഗം ജന്മന കുരുടനായ ഒരാളെ യേശു സുഖപ്പെടുത്തിയ സംഭവമാണ്. ഇത് ഒരു അത്ഭുതത്തിൻ്റെ കഥ മാത്രമല്ല, ആത്മീയ കാഴ്ച ലഭിക്കുന്നതിൻ്റെ കഥ കൂടിയാണ്. ഈ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായും 3 സന്ദേശങ്ങളാണ് ലഭിക്കുന്നത്. ഒന്നാമതായി, യേശു നമ്മുടെ ഇരുട്ടിൽ വെളിച്ചം നൽകുന്നവനാണ്. ഒരു ചെറിയ കഥ ഇപ്രകാരമാണ്. ഒരു കുട്ടി രാത്രിയിൽ കരണ്ട് പോയപ്പോൾ ഭയന്ന് വിറച്ച് കരയുകയാണ്. അവൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഇരുട്ട് ഭയമാണ്. ഉടനെ അച്ഛൻ ഒരു ചെറിയ വിളക്ക് കൊളുത്തി. വിളക്ക് തെളിയിച്ചപ്പോൾ കുട്ടി ശാന്തമായി. ഇവിടെ മാറ്റം വന്നത് എന്താണ്? ഇരുട്ട് മാറിയത് കൊണ്ടല്ല, മറിച്ച് വെളിച്ചം വന്നതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ജന്മന കുരുടനായ ആ മനുഷ്യൻ്റെ ജീവിതം മുഴുവനും ഇരുട്ടായിരുന്നു. പക്ഷേ യേശു അവനെ കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നു. ഈ ഭാഗത്തിൻ്റെ കേന്ദ്ര സന്ദേശം എന്നത് യേശുവിൻ്റെ പ്രഖ്യാപനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ദൈവശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ഇത് ദൈവിക വെളിപ്പെടുത്തൽ അഥവാ ഡിവൈൻ റെവലേഷൻ എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് സ്വയം ദൈവത്തെ പൂർണ്ണമായി അറിയാൻ കഴിയില്ല. ദൈവം തന്നെ മനുഷ്യർക്ക് വെളിപ്പെടുത്തുമ്പോഴാണ് അവനെ അറിയാൻ കഴിയുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൽ യേശു വെളിച്ചമായി വരുന്നത് മനുഷ്യരുടെ അജ്ഞത, പാപം, ആത്മീയ ഇരുട്ട് എന്നിവയെ നീക്കാനാണ്. സെൻ്റ് അഗസ്റ്റിൻ പറയുന്നത് ഇപ്രകാരമാണ്: കണ്ണുകളുണ്ടെങ്കിലും വെളിച്ചമില്ലെങ്കിൽ കാണാൻ കഴിയില്ല. അതുപോലെ മനുഷ്യൻ്റെ ആത്മാവിന് ക്രിസ്തുവിൻ്റെ വെളിച്ചമില്ലെങ്കിൽ സത്യത്തെ കാണാൻ കഴിയില്ല. അതാണ് ക്രിസ്തുവിൻ്റെ അത്ഭുതം. ശാരീരിക കാഴ്ച മാത്രമല്ല നൽകുന്നത്, സത്യത്തെ തിരിച്ചറിയാനുള്ള ആത്മീയ കാഴ്ചയും കൂടി നൽകുന്നുണ്ട്. രണ്ടാമതായിട്ട്, വിശ്വാസം വളരുന്ന ഒരു യാത്രയാണ്. ഈ സുവിശേഷത്തിൽ കാണുന്ന ജന്മന അന്ധനായ വ്യക്തിയുടെ വിശ്വാസം ക്രമേണ വളരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം അവൻ യേശുവിനെ ഒരു മനുഷ്യൻ എന്നാണ് പറയുന്നത്. പിന്നീട് ഒരു പ്രവാചകൻ എന്ന് പറയുന്നു. അവസാനം കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ആരാധിക്കുന്നു. ഇതിന് ഒരു ചെറിയ അനുഭവം പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു ബാലൻ കത്തോലിക്ക സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ആദ്യം അവൻ പ്രാർത്ഥനയെ ഗൗരവമായി എടുത്തില്ല. എന്നാൽ ഒരിക്കൽ അവൻ്റെ കുടുംബം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഏർപ്പെട്ടു. അവൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൻ പറഞ്ഞു, മുമ്പ് ദൈവം എനിക്കൊരു കഥയിലെ കഥാപാത്രം പോലെയായിരുന്നു. ഇപ്പോൾ അവൻ എൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് വിശ്വാസം ഒരു യാത്രയാണ് എന്ന് പറയുന്നത്. അനുഭവങ്ങളിലൂടെയാണ് അത് വളരുന്നത്. ഇവിടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവൻ കുരുടനായി ജനിച്ചത് ആരുടെ പാപം കൊണ്ടാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശുവിൻ്റെ മറുപടി പ്രകാരമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യം, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ ജന്മന അന്ധനായി ലഭിച്ചത്. ദൈവശാസ്ത്രപരമായി ഇത് ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. കാരണം പഴയ ഒരു ധാരണയുണ്ട്. ദുഃഖം എന്നത് വ്യക്തിപരമായ പാപത്തിൻ്റെ ഫലമാണെന്നാണ് പഴയ ചിന്തകർ പറയുന്നത്. എന്നാൽ യേശു അതിനെ തിരുത്തുകയാണ്. ദുഃഖം ചിലപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള അവസരമായിരിക്കും. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ ഇത് റിഡംപ്റ്റീവ് സഫറിങ് അഥവാ രക്ഷക ദുഃഖം എന്ന ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുരിശിൽ യേശുവിൻ്റെ ദുഃഖം മനുഷ്യർക്കായി കാരണമായതുപോലെ മനുഷ്യരുടെ ജീവിതത്തിലെ വേദനകളും ദൈവത്തിന് പുതിയ അർത്ഥം നൽകാൻ കഴിയുന്നുണ്ട്. മൂന്നാമതായിട്ട്, ആത്മീയ കുരുടതയുടെ അപകടം ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കുരുടനായത് ആരാണ്? ശാരീരികമായി കുരുടനായ മനുഷ്യനോ അതോ ഫരിസേയരോ? ഫരിസിയർ അത്ഭുതം കണ്ടിട്ടും യേശുവിനെ വിശ്വസിച്ചില്ല. അറിവുണ്ടായിരുന്നെങ്കിലും അഹങ്കാരം അവരുടെ കണ്ണുകൾ അടച്ചു. ഒരു പ്രശസ്ത കഥ ഉണ്ട്. ഒരിക്കൽ ഒരു പ്രൊഫസർ ഒരു പണ്ഡിതനോട് പറഞ്ഞു, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, കാരണം ഞാൻ എല്ലാം ശാസ്ത്രീയമായി തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ പണ്ഡിതൻ ചോദിച്ചു, നിങ്ങൾക്ക് സ്നേഹം കാണാൻ കഴിയുമോ? പ്രൊഫസർ പറഞ്ഞു, അത് കാണാൻ കഴിയില്ല, പക്ഷേ അനുഭവിക്കാൻ കഴിയും. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ദൈവത്തെ അങ്ങനെ തന്നെയാണ്. കണ്ണുകൾ കൊണ്ട് എല്ലായ്പ്പോഴും കാണാനാകില്ല, പക്ഷേ തുറന്ന ഹൃദയത്തോടെ അനുഭവിക്കാം. ഫരിസേയർക്ക് അറിവുണ്ടായിരുന്നു, പക്ഷേ തുറന്ന ഹൃദയം ഉണ്ടായിരുന്നില്ല. ഇവിടെ യേശുവിൻ്റെ വരവും വെളിപ്പെടുത്തലും
വിധിയും രണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിനയമുള്ളവർ സത്യം കാണുന്നു, അഹങ്കാരമുള്ളവർ ആത്മീയമായി കുരുടരാകുന്നു. അതായത് ക്രിസ്തുവിനെ സ്വീകരിക്കുമോ നിരസിക്കുമോ എന്നതിന് ആശ്രയിച്ചാണ് മനുഷ്യൻ്റെ ആത്മീയ അവസ്ഥ മാറുന്നത്. അതിനാൽ തന്നെ യേശു എന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിൽ വെളിച്ചം നൽകുന്നവനാണ്. വിശ്വാസം എന്നത് ഒരു യാത്രയാണ്. അത് അനുഭവങ്ങളിലൂടെ വളരുന്നു. പക്ഷേ അഹങ്കാരം ആത്മീയ കുരുടതയ്ക്ക് കാരണമാകുന്നു. അതുകൊണ്ടാണ് നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവെ, ജന്മനാ കുരുടനായവൻ്റെ കണ്ണുകൾ തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളും തുറക്കണമേ. നിൻ്റെ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിൽ തെളിക്കണമേ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.